Let's discuss question number 16. Which of the following is or are not correct with respect to energy of atomic orbitals of hydrogen atom? നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ എനർജീനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എനർജി എന്തിന് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n+l വാല്യൂ. അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമാണ്: എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n+l വാല്യൂ. പക്ഷെ ഇതൊരിക്കലും ഹൈഡ്രജന് ബാധകമല്ല അല്ലെ? ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇപ്രകാരമാണ്: എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n വാല്യൂ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ഓപ്ഷൻസിനെയും നോക്കാം. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്കറിയാം ഇതിന്റെ n വാല്യൂ 1 ആണ്. സോ n വാല്യൂ 1. നെക്സ്റ്റ് അടുത്ത ആളുടെ n വാല്യൂ 2 ആണ് അല്ലെ? അടുത്ത ആളുടെ n വാല്യൂ 3 ആണ്. നെക്സ്റ്റ് n വാല്യൂ 4 ആണ്. അപ്പൊ n വാല്യൂ കൂടുന്ന അനുസരിച്ച് അവരുടെ എനർജി കൂടുന്നു. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പെർഫെക്റ്റ്ലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നമ്മൾ നോക്കുന്നു 1s. യെസ്, 1sന് ഏറ്റവും കുറഞ്ഞ എനർജിയാണ്. അടുത്തത് ആരാണ്? 2s ആൻഡ് 2p. നോക്കൂ, 2sനും 2pക്കും ഒരേ n വാല്യൂ തന്നെയാണ്. അപ്പൊ ഒരേ n വാല്യൂ ആണെങ്കിൽ അവരുടെ എനർജിയും എന്ത് തന്നെയാണ്? സെയിം തന്നെ ആയിരിക്കണം. നെക്സ്റ്റ് 3s ആൻഡ് 3p, അവരുടെ എനർജിയും എന്ത് തന്നെ ആയിരിക്കണം? സെയിം ആയിരിക്കണം. എന്നാൽ 3sനും 3pക്കും 2sനും 2pനേക്കാളും എനർജി കൂടുതലായിരിക്കണം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ നമ്മോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം. അടുത്ത ഓപ്ഷൻ സിയിൽ അവർ പറയുന്നത് 1sന്റെ എനർജി ഏറ്റവും കുറവ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. 2sന്റെ എനർജി കുറവാണ് ആരെക്കാളും? 2pയെക്കാളും. മക്കളെ, ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കറിയാം ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എല്ലിന് റോളില്ല, പകരം n മാത്രമാണ് എനർജി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2sന്റെ എനർജിയും 2pന്റെ എനർജിയും എന്തായിരിക്കണമായിരുന്നു? സെയിം ആയിരിക്കണമായിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സി ഈസ് റോങ്. ഇനി അടുത്തിലേക്ക് നമുക്ക് പോവാം. ഡി ഓപ്ഷൻ. ഡി നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയില് 1s എനർജി കുറവാണ് അല്ലെ? 2sന് എനർജി കൂടുതലാണ്. അടുത്ത് വരുന്ന രണ്ടുപേരും നമ്മൾ ശ്രദ്ധിക്കുക, 4sഉം 3dയും. മക്കളെ, 3d ആൻഡ് 4s അല്ലെ? 4sഉം 3dയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് n+l വാല്യൂ നോക്കണം. പക്ഷെ ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ ആരെ നോക്കേണ്ട കാര്യമില്ല, എല്ലിനെ നോക്കേണ്ട കാര്യമില്ല, എന്നിനെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇയാളുടെ n വാല്യൂ 4 ആണ്, ഇയാളുടെ n വാല്യൂ 3 ആണ്. അപ്പോൾ കൂടുതൽ എനർജി ആർക്കാണെന്ന് ചോദിച്ചാൽ 4sനാണ്. അപ്പൊ അവസാനത്തതിൽ ഇത് തെറ്റാണ്. ഒരു നമ്മോട് ചോദിച്ചത് നോട്ട് കറക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സിയും ഡിയും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. സോ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ അതാണ്.